ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു അപ്ഡേറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ ചാനലെല്ലാം സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇത്തരത്തിൽ നമ്മൾ മറ്റുള്ളവരുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ചാനലിന് സ്ട്രൈക്ക് ഒന്നും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ഇത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം, യൂട്യൂബിൽ നമ്മുടെ ചാനലിലേക്ക് ഒരു സ്ട്രൈക്ക് വരുന്നത് ഇത് ചെറിയ ചാനൽ അല്ലെങ്കിൽ വലിയ ചാനൽ എന്നൊന്നുമില്ല. ഏത് ചാനലിലാണെങ്കിലും ഇത്തരത്തിൽ നമ്മൾ വയലേഷൻ എല്ലാം സംഭവിക്കുകയാണെങ്കിൽ അവർക്കെല്ലാം തന്നെ ഇത്തരത്തിൽ ഒരേ രീതിയിൽ തന്നെയാണ് യൂട്യൂബ് ഇത് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് അവരുടെ ചാനലിൽ ഇത്തരത്തിൽ വയലേഷൻ എല്ലാം വരികയാണെങ്കിൽ വലിയ ചാനലുകൾക്കും സ്ട്രൈക്ക് എല്ലാം ലഭിക്കും. അതിനാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അടുത്തിടെയായി യൂട്യൂബിൽ നമുക്ക് പുതിയ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. അതായത് കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ ഇടുന്ന പോസ്റ്റിന് ഇതിലെന്തെങ്കിലും വയലേഷൻ എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്ക് എല്ലാം ലഭിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ നേരത്തെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇത്രത്തോളം സ്ട്രിക്റ്റായ ആക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ യൂട്യൂബ് ഇത് വളരെ സ്ട്രിക്റ്റായി തന്നെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, പലരും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവരുടെ ചാനലെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ വീഡിയോസ് എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് വഴി ഷെയർ ചെയ്യുകയെല്ലാം ചെയ്യും. ഇപ്രകാരം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അവർക്ക് ആ വീഡിയോയ്ക്ക് വയലേഷൻ എല്ലാം സംഭവിക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ ചാനലിനെ കൂടി എഫക്റ്റ് ചെയ്യും. കാരണം നമ്മൾ ഇപ്രകാരം ഷെയർ ചെയ്തിരിക്കുന്നത് വയലേഷൻസ് എല്ലാം ഉള്ള ഒരു വീഡിയോ ആണ്. അതിനാൽ തന്നെയാണ് ഇത് നമ്മുടെ ചാനലിനെ കൂടി എഫക്റ്റ് ചെയ്യുന്നത്. അതിനാൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോസ് എല്ലാം പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലെല്ലാം ഷെയർ ചെയ്യുമ്പോൾ ഇതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഇതെല്ലാം ചെയ്യാവൂ. കാരണം ഇപ്പോൾ ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ വരുന്ന കാര്യത്തിലെല്ലാം യൂട്യൂബ് വളരെ സ്ട്രിക്റ്റായ നിലപാടാണ് എടുക്കുന്നത്. അതിനാൽ തന്നെ ഇത്തരത്തിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്ന വീഡിയോസിൽ ഇതിലെന്തെങ്കിലും പ്രശ്നമെല്ലാം ഉണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ചാനലിനെ കൂടി ബാധിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്